നമസ്കാരം, ഞാൻ ഡോക്ടർ ആരതി, ചൈതന്യ ഹെർബൽസ് ആയുർവേദിക് മാനുഫാക്ചറിങ് യൂണിറ്റിലെ ഡോക്ടറാണ്. നമ്മൾ ചൈതന്യ ഹെൽത്ത് മിക്സ് ഗ്രാനുകളിൽ മെയിൻലി 15 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. മഞ്ഞച്ചോളം, വെള്ളച്ചോളം, കമ്പ, തിന, കൂരവ്, ഗോതമ്പ്, ചെറുപയർ പരിപ്പ്, നവരേരി, ബാർലി, ചൗവരി, ഡയമണ്ട് കൽക്കണ്ട്, ബദാം, കാഷ്യൂ, ചെറുപയർ പരിപ്പ്. മില്ലറ്റ്സിനെ പൊതുവായി വിശേഷിപ്പിക്കുന്നത് തന്നെ പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യം വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോട്ടീൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ്, ചെറിയ എമൗണ്ടുള്ള ഫാറ്റ് നമ്മുടെ ഹെൽത്ത് മിക്സ് ഗ്രാനുകളിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അഥവാ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്ന പേഷ്യൻസിന് ഇത് വളരെ ഉപകാരപ്രദമാണ്. മാത്രമല്ല ഇതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതായത് നോർമലി ഒരു അരിയാഹാരം കഴിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് 1 മണിക്കൂർ ശേഷം നമ്മൾ ബ്ലഡ് എടുത്ത് നോക്കിയാൽ വളരെ അളവ് കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ മില്ലറ്റ്സ് കഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കിയാൽ ആ എമൗണ്ട് വളരെ കുറവായിരിക്കും. അതായത് ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയ ഇത് വളരെ പതുക്കെയാക്കും. 2 മണിക്കൂർ കൊണ്ട് ദഹിക്കേണ്ട ഒരു ആഹാര പദാർത്ഥം ഇത് കുറച്ച് 3-4 മണിക്കൂർ കൊണ്ട് ആക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുകയും അതുവഴി ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താനും നമുക്ക് പറ്റും. മാത്രമല്ല ഇത് കൊളസ്ട്രോൾ ലെവലും നല്ല രീതിയിൽ കുറയ്ക്കുമെന്നുള്ള സ്റ്റഡി കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അനീമിയ അങ്ങനത്തെ കണ്ടീഷൻസിനൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. ഇതിൽ ധാരാളം മിനറൽസായ മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാസ്യം, അയൺ അങ്ങനത്തെ ധാരാളം എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ വാൽവിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ബ്ലോക്കിനെ ഇത് റിമൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഹാർട്ട് പേഷ്യൻസിനും സ്ട്രോക്ക് അനുഭവിക്കുന്നവർക്കും ഇത് വളരെയധികം ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ അമിതവണ്ണം, പൊണ്ണത്തടി അങ്ങനത്തെ ഉള്ള പേഷ്യൻസിന് ഇത് വളരെയധികം ഉപകാരപ്പെടും. നമ്മുടെ ബോഡിയിലെ BP മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താൻ ഇത് സഹായിക്കുന്നു. പിന്നെ ആർത്തവിരാമം എത്തിയ സ്ത്രീകൾ പൊതുവെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഹോർമോണൽ ഇംബാലൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓസ്റ്റിയോപോറോസിസ് അഥവാ എല്ല് തേയ്മാനം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൽ ധാരാളം കാൽഷ്യം ഉള്ളത് കൊണ്ട് തന്നെ എല്ലിനെ ബലപ്പെടുത്തുകയും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് അവർക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടാൻ ഇതുകൊണ്ട് സഹായിക്കുന്നു. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണോ കഴിക്കാവുന്നതാണ്. കുറുക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇഡലി ബാറ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം, ദോശയായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഏത് വിധത്തിലും നിങ്ങളുടെ ഉള്ളിൽ പോകുന്നത് ഇത് വളരെയധികം നല്ലതാണ്. കഴിവതും ഏതെങ്കിലും ഒരു നേരമെങ്കിലും നിങ്ങളുടെ ആഹാരത്തിൻ്റെ കൂടെ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു നല്ല ജീവിതശൈലി ആശംസിക്കും.